ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിപ്പിച്ചതിന് പിന്നാലെ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി യു ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫയെ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. കസ്റ്റഡി ലഭിച്ചാൽ ഷിംജിത വീഡിയോ ചിത്രീകരിച്ച ബസ്സിലും തെളിവെടുപ്പ് നടത്തുമെന്നാണ് സൂചന. ലൈംഗികാതിക്രമം നടന്നുവെന്ന ഷിംജിതയുടെ പരാതിയിൽ പോലീസ് പ്രാഥമിക അന്വേഷണവും നടത്തും. ഷിംജിതയെ കസ്റ്റഡിയിൽ വാങ്ങുന്ന കാര്യങ്ങളുടെ വിശദാംശങ്ങൾ നൽകാൻ ദീപക് തർമ്മടവും അതുപോലെ കണ്ണൂരിൽ നിന്ന് ഷിംജിയുടെ പരാതിയെക്കുറിച്ച് പറയാൻ അരുൺ പാറയ്ക്കലും ചേരുകയാണ്. രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. ദീപക് തർമ്മടം, വിവരങ്ങൾ പറയൂ. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. സമൂഹ മനസാക്ഷിയെ നടുക്കിയെന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ളതാണ്. പക്ഷേ എന്നാൽ ഇത് അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ്. ആ കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷയുമാണ് ഈ ഷിംജിത തച്ചുകെടുത്തത് എന്നുള്ളത് തന്നെയാണ് പൊതുവിൽ എല്ലാവരും മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, ഇന്നലെ എസ് കെന്റെ നമ്മൾ തമ്മിൽ ഷോയ്ക്ക് ശേഷം നിരവധി പേർ ഈ കുടുംബത്തെ ബന്ധപ്പെടുന്നുണ്ട്. കാരണം ആ കുടുംബത്തിന്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കി നമ്മളെയും ചിലർ ബന്ധപ്പെടുന്നുണ്ട്. കാരണം അത്രമേൽ കണ്ണീരിലാണ്. ആ കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയാണ് തച്ചുകെടുത്തിയത്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ കാര്യത്തിൽ കർക്കശമായ നിലപാടിൽ പോകുന്നു. അതിന്റെ ഭാഗമായി ഇന്നു തന്നെ പറ്റുമെങ്കിൽ, ഞാൻ അല്പം മുൻപ് ACPയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് സാധ്യമാകുമെങ്കിൽ ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. കാരണം അത് കഴിഞ്ഞ് ഒരു തെളിവെടുപ്പ് ചോദ്യം ചെയ്യൽ വിശദമായി നടത്തേണ്ടതുണ്ട്. കാരണം അന്നത്തെ ചോദ്യം ചെയ്യൽ പൂർണ്ണമായിട്ടില്ല. ആ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ തെളിവെടുപ്പിലേക്ക് കടക്കണം. ആ തെളിവെടുപ്പിൽ ബസ്സുണ്ട്. അതുപോലെ ഇവർ പറയുന്ന വിവരങ്ങൾ, ചോദ്യം ചെയ്യലിൽ പറയുന്ന വിവരങ്ങൾ, ഇവർ ചിലരുമായി അതിനുശേഷം സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ പ്രാഥമികമായി ഇവർ റീച്ചിനും ലൈക്കിനും വേണ്ടി വീഡിയോ ചിത്രീകരിച്ചത് തന്നെയാണ് എന്നുള്ളതാണ് ഇതിനകം മനസ്സിലായത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ടെലിഫോൺ പരിശോധനയ്ക്ക് അയക്കുന്നുണ്ട്. മാത്രവുമല്ല, സമാന സ്വഭാവത്തിൽ നേരത്തെ എന്തെങ്കിലും ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ ബസ്സിലെ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുക്കുന്നുണ്ട്. അപ്പോൾ അവരും ഇത് എങ്ങനെയാണ് കണ്ടത്, സഹയാത്രികർ, അതായത് ശാസ്ത്രീയമായി ഈ കേസിൽ നാളെ കോടതിയിൽ ശിക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള തെളിവെടുപ്പ് നടക്കണം. അതിനുവേണ്ടി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനാണ് പോലീസ് ആലോചന. രാവിലത്തെ സാറ്റ കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ആ നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കോഴിക്കോട് സിറ്റി പോലീസ് ഈ കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടിൽ മുന്നോട്ട് പോവുകയാണ്. എസ് കെ എൻ. താങ്ക് യു ദീപക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.